ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നമ്മളുടെ ഫ്രണ്ടിൻ്റെ മോനും ഇന്ന് നമ്മളുടെ മൈസൂരിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ചാമുണ്ടി വെട്ടത്തേക്ക് പോയിക്കൊണ്ടുണ്ട്. അത് സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നുണ്ട്. അതിനെ കൊണ്ട് ഇതാ ബാഗ് അതിൽ വെള്ളമെല്ലാം ഇട്ടിട്ട് നമ്മളിപ്പോൾ നമ്മളുടെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ಹೆಂಗೆ ನಮ್ಮ ಚಾಮುಂಡಿ ಬೆಟ್ಟದ್ದು ಚೆನ್ನಾಗಿದೆ. ಇವತ್ತೆಲ್ಲ ನಮಗೆ ತೋರಿಸಿಕೊಡೋಣ ಅಲ್ವಾ? ഇതിപ്പോൾ നമ്മൾ ಸ್ಟಾರ್ಟಿಂಗ್ ഇവിടെ ಎಲ್ಲ ಕುಂಕುಮ ಬುಕ್ಕ ಮೆಚ್ಚಿನ ಇದು ಏನಕ್ಕೆ ಇರೋದು ಸರ್? ಸರ್ ಇದು ಪಾದಕ್ಕೆ ಹಚ್ಚಿ ಇದನ್ನ ಹೂವು ಮತ್ತೆ ಗಂಧಕಡ್ಡಿ ಕರ್ಪೂರ ಮತ್ತೆ ಮೆಟ್ಲಿಗೆ ಹಚ್ಕೊಂಡಿರ್ತಿರಲ್ಲ ಅವ್ರದ್ದೊಂದು ಮೆಟ್ಲು ഇത് നമ്മൾ സ്റ്റെപ്പൊക്കെല്ലാം ഇട്ടിട്ട് പൂജയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബുക്കാൻ വെച്ചിട്ടില്ല. ಎಷ್ಟು ಮುಖಮಲ್ಲಿ ಹಚ್ಕೊಂಡು ಸಾವಿರದೊಂದು ಮೆಟ್ಲಿಗೆ ಹಚ್ಕೊಂಡು ಹೋಗೋದು. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ಇನ್ಫಾರ್ಮ್ ಮಾಡಿದ್ದಕ್ಕೆ ಥ್ಯಾಂಕ್ ಯು ಸರ್. ಓಕೆ ಸರ್. ಮನ ಏನು ತಗೊಂಡಿದ್ದೀವಿ? ಅರ್ಶಿನ ಕುಂಕುಮ ಪಾದಕ್ಕೆ ಹಚ್ಚೋಕೆ. ನಡಿ ಮುಂದೆ ತೋರಿಸೋ. പാദಕ್ಕೆ ಹಚ್ಚೋಕೆ. അപ്പോൾ നമ്മൾ കുങ്കുമവും മഞ്ഞളും ചന്ദനം തിരിയെല്ലാം ആയിട്ട് പോയിക്കൊണ്ടുണ്ട്. ഇതാ നമ്മൾക്ക് സ്റ്റെപ്പ് അത്ര ദൂരത്തിൽ കണ്ടുകൊണ്ട് ഇതാ എൻട്രൻസ് ആസാട. ഇതിവിടെ ബോർഡ് ഇട്ടിന് രാവിലെ 5 മണിന്ന് വൈകുന്നേരം 6 മണി വരെ. അവിടെ കാണുന്നത് പാത. അപ്പോൾ നമ്മൾ ഇവിടെ പൂജയ്ക്ക് വന്നു. ഞാനിപ്പോൾ വീഡിയോ ആക്കിനെ കൊണ്ട് നമ്മൾ ഫ്രണ്ട് തന്നെ പൂജ ആക്കിക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ ചുറ്റി വെക്കമന. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടായി സ്റ്റെപ്പ് കയറാൻ. ഇത് എൻട്രൻസ്. അപ്പോൾ നമ്മൾ താഴത്തെ പൂജയെല്ലാം കഴിച്ചിട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിന്. 1000 ಎಷ್ಟು ಮೆಟ್ಲಿದೆ? 1101 ಮೆಟ್ಟಲು. 1101 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഇതിനെ കയറിയിട്ട് പോയിട്ട് മേലെ അമ്പലത്തിൽ ദൈവത്തിനെ തൊഴുതിട്ട് റിട്ടേൺ ഇതേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരും. ഇതാ സ്റ്റെപ്പ് കണ്ട. ഈ സ്റ്റെപ്പെല്ലാം ഇപ്പോൾ റെഡ് കളറായിട്ടുള്ള ഇത് പെയിൻ്റ് അടിച്ചതല്ല, ഇതെല്ലാം കുങ്കുമോ. ഇവിടെ ഇതാ മണ്ണുണ്ടങ്ങനെ കണ്ടല്ലേ, ഇതെല്ലാം മൊത്തത്തിൽ കുങ്കുമോ. ഇത് മഴ വന്നുകൊണ്ട് ഇങ്ങനെ ആയിന്. കുറേ ആൾക്കാർ കയറിയോണ്ടുണ്ട്. ഇതവിടെ വ്യൂ. ഇത് മൈസൂർ സിറ്റി. ഇവിടെ സ്റ്റെപ്പിൻ്റെ കൗണ്ടിങ് ചെയ്തിന്. ഇതിപ്പോൾ നമ്മളുടെ 100 കംപ്ലീറ്റ് ആയി. ഇതേമാതിരി 200ಕ್ಕೂ ഉണ്ടാവും. ತುಂಬ ಸುಸ್ತಾಯ್ತಾ? ಮೇಲೆ ಹತ್ತುತ್ತಿರೋದಾ ಇಳಿತಿರೋದಾ? ಹತ್ತುತ್ತಿರೋದಾ? ಬನ್ನಿ ಬನ್ನಿ ಹೋಗೋಣ. ಹೌದಾ? എല്ലാവരും കയറിയിട്ട് വന്നുകൊണ്ട് നമ്മളിവിടെ സുസ്തായിട്ട് ഇരുന്നു. ഇതാ ഇവിടെ ഒരാൾ കുങ്കുമെല്ലാം സ്റ്റെപ്പൊക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ടല്ലേ. ഇവർ മൊത്തത്തിൽ 1000 സ്റ്റെപ്പൊക്കെ അങ്ങനെ കുങ്കുമം വെച്ചുകൊണ്ടേ പോകും. ചില ആൾക്കാർ മുട്ടിൽ കയറുന്നവരും ഉണ്ട്. ഇതാ 200 സ്റ്റെപ്പ് കംപ്ലീറ്റ്. ഭയങ്കര സുസ്തായി. ഇതാ ബസർപ്പിൽ കുങ്കുമെല്ലാം ഒഴുകിയിട്ട് വരാൻ തുടങ്ങി. ഇതെല്ലാം റെസ്റ്റ് എടുത്തുകൊണ്ടുണ്ട്. റെസ്റ്റ് എടുക്കൽ കയറൽ. ഇതാ 300 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 400 കംപ്ലീറ്റ് ആയി. ഇനി 700 സ്റ്റെപ്പ് ബാക്കിയുണ്ട്. ഇതാ മുഖമെല്ലാം ಹೆಂಗಿದ್ರಲ್ಲ? ಚೆನ್ನಾಗಿದೆ ಸರ್. ಸುಸ್ತಾಯ್ತಾ? ಸುಸ್ತಾಗಿ ರೆಸ್ಟ್ ಮಾಡಿ ಹೋಗ್ತಾ ಇದ್ದೀವಿ. നടക്കണ്ട് എത്തുന്നില്ല. പോണത്ര ഹൈറ്റ് കൂടിയോണ്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് 600 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇവിടെ
തിന്നാൻ കുറേ സാധനങ്ങളുണ്ട്. 50 ರೂಪಾಯಿ. ഇതുപോലെ ഇനി ഇവിടെ ലെസ് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കറുമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇതാ കറുമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ട് ഫുൾ സുസ്തായി. ഇതിന് സ്റ്റെപ്പ് കയറാണ്ട് ഡയറക്റ്റ് വരാൻ ബസ്സുണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടേ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് സ്റ്റെപ്പ് അಲ್ವಾ. പിന്നെ 600 സ്റ്റെപ്പ് കയറിയെങ്കിൽ അമ്പളം കിട്ടും. അപ്പോൾ 600 സ്റ്റെപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ കറുമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെയും നമ്മളുടെ യാത്ര സ്റ്റാർട്ട്. ಹೋಗೋಣ. ಇನ್ನು ಸೀದಾ ಹೋಗಿ നന്ദി അവിടെ നന്ദി കാണും. അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം ಅಲ್ವಾ. ಇದು 600 ಸ್ಟೆಪ್ ಕಯರಿಟ್ಟು വരുമ്പോൾ ಇದು ಯಾಕೆ ಸರ್ ಕೊಡ್ತಿರೋದು? ಭಕ್ತಾದಿಗಳಿಗೆ ಕೆಳಗಡೆ ಬರಬೇಕು ಸುಸ್ತಾಗಿರುತ್ತಲ್ಲ, ಅದಕ್ಕೆ ಅಂತ ಚಾಮುಂಡೇಶ್ವರಿ ಬೆಟ್ಟ ಪ್ರಾಧಿಕಾರ ಕಡೆಯಿಂದ ಕೊಡ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲ ಫ್ರೀ ಸರ್. ಎಲ್ಲ ನಮ್ಮ ನಂದಿನಿದು. ಥ್ಯಾಂಕ್ ಯು. ಹೌದಾ? ಹಾಗೆ ಇದು ನಮಗೆ ಕೊಟ್ಟಿದ್ದಕ್ಕೆ ಥ್ಯಾಂಕ್ ಯು. ಮನ ಬೇಕಾ? ഇത് കട്ടാക്കിയിട്ട് വെച്ചത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നു. ഇതാ 700 സ്റ്റെപ്പ് ആകുമ്പോൾ ഇവിടെ ഒരു കേവ് ശിവ ടെമ്പിളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത കണ്ട ഇത് വലിയ പാറക്കല്ലിൻ്റെ അടിയിൽ ടെമ്പിളിലത് ഭയങ്കര വിസ്മയമായിട്ടില്ല അങ്ങനത്തെ കാഴ്ച. ഇതാ നന്ദി. നന്ദി ദൈവം. ഈ നന്ദിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞെങ്കിൽ ഇത് സിംഗിൾ സ്റ്റോണിലാക്കിയിട്ടുള്ളത്. ഒരേ ഒരു കല്ലിൽ ചെത്തിയിട്ട് എടുത്തിട്ടില്ല നന്ദി. ഇവിടെ ഇതാ വെറൈറ്റി. ഇത് പഞ്ചലോഹ അല്ല സാർ? ಮಿಕ್ಸ್ ಪಂಚಲೋಹ. ಮೋಲ್ಡಿಂಗ್. ಇದು ಕೃಷ್ಣ ಬೆಣ್ಣೆ ತಿನ್ನಲಿ. ಕೃಷ್ಣ ಇದೆ, ಲಕ್ಷ್ಮಿ ಇದೆ, ಗಣೇಶ ಇದೆ, ಚಾಮುಂಡೇಶ್ವರಿ ಇದೆ, ಮಾತ್ರ ಭಯಂಕರ ಕ್ಯೂಟ್ ಆಗಿದೆ. ಹನುಮಾನ್ ಇದೆ. ಎಲ್ಲ ದೇವರು ಟೋಟಲ್ 21 ದೇವರ ಮೂರ್ತಿ ಇದೆ. ಇದೆ எனக்கு ಇಷ್ಟ ಇದೆ. ಇದು ಕೃಷ್ಣ ಇದೆ, ಶ್ರೀಕೃಷ್ಣ ಇದೆ, ಗೋಪಾಲಕೃಷ್ಣ ಇದೆ, ಇದೊಂದು ಅಂಬೆಗಲ ಕೃಷ್ಣ ಇದೆ, ಇದೊಂದು ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ നന്ദിനെ കണ്ടിട്ട് പിന്നെയും സ്റ്റെപ്പ് കയറിക്കൊണ്ടുണ്ട്. ഇതെല്ലാം റിട്ടേൺ വന്നുകൊണ്ടില്ലത്. ചുറ്റു കാടിൻ്റെ സെൻറ്ററിൽ സ്റ്റെപ്പാക്കിന്. ഇത് കുറേ ബാക്കാക്കിയിട്ടുള്ളത്. ഇത് കോൺക്രീറ്റ് അല്ല, സ്റ്റോണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നേരെ ഇനി അമ്പലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം. ഇത് ഫൈനലി 800 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. माँ चामुंडी दुर्गा परमेश्वरी आदिशक्ति जगत जननी जगदम्बा माँ चामुंडी दुर्गा परमेश्वरी आदिशक्ति जगत जननी. ഇതാ ടോട്ടൽ മൈസൂർ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. എന്താ സൂപ്പർ വ്യൂ. ಮನ ಇದು ಕಸ ಹಾಕೋದು ಜಾಗನಾ? ಮೈಸೂರು ಕಸ ಇಟ್ಟಿನ ಸ್ಥಳ ಇದು. സകതായിന് മൊത്തത്തിൽ പാറക്കല്ലുക്കെല്ലാം പെയിൻറ്റിങ് ആക്കിയിട്ട് നല്ല പാങ്ങുണ്ട് കാണാൻ. അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് നമ്മളുടെ ആഞ്ജനേയ സ്വാമിൻ്റെ ടെമ്പിൾ. അപ്പോൾ നമ്മളുടെ 900 സ്റ്റെപ്പ് ഇവിടേക്ക് കംപ്ലീറ്റ് ആയി. നമ്മളുടെ 1000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അതിനെ കൊണ്ട് സന്തോഷത്തിൽ ನಾನು ഇവിടെ ഇരുന്നേ ತೋರಿಸ್ಬೋನല്ലേ. 1 0
അപ്പോൾ 1000 സ്റ്റെപ്പ് ഇവിടേക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ 1000 സ്റ്റെപ്പ് കിടന്നിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് പോയിക്കൊണ്ടുണ്ട്. ഇവിടെ തന്നെ അമ്പലത്തിൽ വീട്ടിലെ പാട്ടിൻ്റെ സൗണ്ടെല്ലാം കേട്ടോണ്ടായി. അപ്പോൾ 1000 സ്റ്റെപ്പ് കയറിയിട്ട് വന്നതിൻ്റെ സീനം ഇപ്പം ಇಲ್ಲ. നല്ല കാറ്റ്, അതാ മൈക്ക് സൗണ്ട്. ಮನೆ ಹೆಂಗಾಯ್ತು? ಚೆನ್ನಾಗಿತ್ತು ಮಾತ್ರ ಮೆಟ್ಲು ಹತ್ಕೊಂಡು ಬರ್ಬೇಕಾದ್ರೆ ವೈಬೇ ಬೇರೆ ಥರ. ಬೇರೆ ವೈಬ್. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ആഷാഢ മാസം പറയും, ഇത് ആടി മാസം. അപ്പോൾ ഇവിടെ ഭയങ്കര പൂജയായിരിക്കും. പിന്നെ വെള്ളിയാഴ്ച എല്ലാ റോട്ടിലും ഇതേ അമ്പലത്തിൻ്റെ പേരിൽ ചോറ് കൊടുക്കും. അപ്പോൾ ഇന്നലേക്ക് അത് തീർന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി ഇവിടേക്ക് വരണമെന്ന്. അപ്പോൾ ഇന്ന് ആഗ്രഹം സാധിച്ചിന്. നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിനെ കാണാം. അപ്പോൾ അതാ അമ്പലത്തിൻ്റെ എൻട്രൻസിಗೆ എത്തി. ഇത് താവരല്ല, കമಲದ ಹೂವು, താവര പൂവ്. ಎಷ್ಟು ತೆಂಗಿನಕಾಯಿ ಇದೆ ಇದರಲ್ಲಿ? 2 തേങ്ങ. അപ്പോൾ നമ്മൾ 2 എടുത്തോണ്ടുണ്ട്. ഇവിടെ അതന്നെ ഇല്ല. അപ്പോൾ നമ്മൾ താമരയും അവിടെ പൂജയാക്കാനില്ല തേങ്ങയും എടുത്തിട്ട് നേരെ പോകുന്നത് അമ്പലത്തേക്ക്. ഇവിടെ ബാക്കിൽ കണ്ടുകൊണ്ടുണ്ട് അമ്പലം. നമ്മളിവിടേക്ക് എത്തി. സ്റ്റെപ്പ് കയറിയിട്ട് വന്നവരെല്ലാം ഈ ലാസ്റ്റ് സ്റ്റെപ്പിക്ക് പൂജയാക്കിക്കൊണ്ടുണ്ട്. കണ്ട ഇത് മെയിൻ ഗോപുരം. നല്ല മനോഹരമായിട്ട് കണ്ടുകൊണ്ടുണ്ട് പുറത്തുനിന്ന്. ഓക്കെ താങ്ക് യു. ഇവിടെ ഒരു പൂല് നവീന സെറ്റാക്കി. അപ്പോൾ നമ്മൾ ക്യൂ ഇല്ല, എല്ലാം ഇതാ കാളിയുണ്ട്. അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയോണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ ക്യൂ ഇതാ അവിടെ മൊത്തത്തിലുണ്ട് ആൾക്കാർ. നമ്മളും പോയിക്കൊണ്ടുണ്ട്. ഭയങ്കര സുന്ദരമായിട്ടുണ്ട് സ്ഥലം. ಇಲ್ಲ ಮನ ಚೆನ್ನಾಗಿದೆಯಲ್ಲ ಕ್ಯೂ. ക്യൂ നിൽക്കുന്നവർക്ക് അവിടെ വെള്ളത്തിൻ്റെ സ്പെഷ്യലിറ്റി ആക്കി വെച്ചിന്. അങ്ങനെ നമ്മൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസൊക്കെ വന്നിന്. ഇന്ന് പൂവെല്ലാം ഇട്ടിട്ട് ഇത് പൂവിൽ ഡെക്കറേഷൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ
പോയിട്ട് വന്ന് ഭയങ്കരമായിട്ട് ബസ്സുകൊണ്ടുണ്ടായി. നേരെ ചുറുമുറി കടയ്ക്ക് പോയി ഒരു ചുറുമുറി എടുത്തിട്ട് തിന്നുകൊണ്ടുണ്ട്. ഇതിനകത്ത് ബോട്ടി മസാല, ബോട്ടി ചുറുമുറി, ബോട്ടി മസാല. അപ്പം ഞങ്ങൾ ಅമ്പಲಕ್ಕೆ പോയി ದೇವತನ್ನೆಲ್ಲ ಕಂಡು. ಇಲ್ವಮ್ಮನ? ಹೌದು. ಏನು ಟೆಂಪಲ್ಗೆ ಹೋಗಿ ದೇವ್ರ ದರ್ಶನ ಮಾಡಿಕೊಂಡು ಊಟ ಮಾಡಿ ಈಗ ಮೆಟ್ಲು അവിടെ ചോറും കൊടുത്ത് അതെല്ലാം തിന്നിട്ട് ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു 600 സ്റ്റെപ്പ് ഇറങ്ങിന്. കയറുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് അത്രേ ബുദ്ധിമുട്ട് താഴേക്ക് ഇറങ്ങുന്നുമുണ്ട്. അതാ സ്റ്റെപ്പുകളേ കാണുന്നില്ല, എത്ര ദൂരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ 1100 സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പോൾ 100 സ്റ്റെപ്പ് കടന്നിട്ട് ഇവിടെ എത്തിയിട്ടായി. പിന്നെ ഇപ്പോൾ ദിവസത്തേക്ക് ലക്ഷാന്തര ആൾക്കാർ ഈ അമ്പലത്തേക്ക് വിസിറ്റ് ആക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും നോക്കാനില്ല, അങ്ങനത്തെ ഒരു ക്യൂരിയാസിറ്റി എനിക്കും ഉണ്ടായി. പിന്നെ ഇത് നമ്മുടെ കുടുംബക്കാർക്കെല്ലാം കാട്ടി കൊടുക്കണമെന്നും ഉണ്ടായി. ഇതിൽ 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. ബസ്സും ഉണ്ട്, സ്റ്റെപ്പും കയറിയിട്ട് പോവാം. ബസ് അങ്ങ് ഡയറക്റ്റ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഇറങ്ങാം, അവിടെ നിന്ന് പോയിക്കോളാം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കയറിയെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ഉദ്ദേശത്തിൽ നിന്നാണ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ മോന് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് പോയിട്ട് ക്ലീനായിട്ട് ദേവിനെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെയല്ലേ. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. പിന്നെ ഞാൻ ഇപ്പോൾ കേരളത്തിലെല്ലാം ഭയങ്കര ഫ്ലഡ് നടന്നുകൊണ്ടില്ല സമയം. അപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു സജഷൻ ഇരിക്കട്ടെ പറഞ്ഞിട്ട് എന്ത് പറയുന്നുണ്ട് പറഞ്ഞാൽ ഈ ഫ്ലഡ് പറയുന്നങ്ങനത്തത് നമ്മൾ ഒരു സമയത്ത് അനുഭവിച്ചിന്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ എന്താക്കണം പറഞ്ഞാൽ ಯಾರೆಲ್ಲ ಟ್ಯಾಬ್ಲೆಟ್ಸ್ ಮೆಡಿಸನ್ ಎಲ್ಲ കഴിക്കുമോ ಅವರೆಲ್ಲ ഓരോരോ സെറ്റ് മരുന്നുകളെല്ലാം സ്റ്റോക്കാക്കി വെക്കൽ ഭയങ്കര നല്ലത്. എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഏറെക്കുറെ അങ്ങോട്ട് നടന്നു പോയി പറഞ്ഞെങ്കിൽ നമ്മൾക്ക് പിന്നെ മരുന്ന് തേടി നടക്കാനും ആവില്ല, പിന്നെ അത് കിട്ടാനും ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. ബായ്.